ക്ലാസ്സിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചൊരു പരുവായി ഗൈസ്. പിന്നെ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ വെളിയിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇവിടെ കിളികൾ വൈകിട്ടല്ലേ, വൈകിട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇരുട്ടായ സമയമാണ്. എന്നുവെച്ചാൽ സന്ധ്യയായി, ഒരു 6 മണി 6:30 ടൈമായിട്ടുണ്ട്. കാണിച്ചു തരാം, ഇങ്ങനെ ടൈമായിട്ടുണ്ട് കണ്ടോ. നല്ല ഇരുട്ടെന്നുള്ള സന്ധ്യ സമയം. ഇനി നമുക്കൊരു നല്ല സ്ട്രോങ് ടീ കുടിക്കണം. അതിന് മുമ്പ് പിന്നെ എൻ്റെ മരങ്ങളിലും നമ്മുടെ കൃഷിയിടത്തിലോട്ടൊന്ന് പോകണം. നമ്മൾ മരങ്ങളൊക്കെ ഏത് വിധമായിട്ടുണ്ടെന്ന് നോക്കണം. അവിടെയൊക്കെ കുറച്ച് നേരം ഇല്ലാതെ നടക്കണം. ഫസ്റ്റ് നമ്മളിങ്ങനെ വന്നിരുന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് നമ്മുടെ മുറ്റത്തിരുന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഒരു കാഴ്ചയാണ്. നല്ലൊരു വ്യൂ, നല്ലൊരു കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് തന്നെ മൈൻഡ് ഒന്ന് സെറ്റാവും. പിന്നെ കടുപ്പത്തിലൊരു ടീയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേന് ഏറെക്കുറെയൊക്കെ തലയിലെ കിളികളൊക്കെ തിരിച്ച് പറഞ്ഞ് കയറും. കിളിയൊക്കെ പോയിരിക്കുമായിരുന്നു. ക്ലാസ്സൊക്കെ നല്ല എന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂടെന്ന് വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലുള്ള ടൈമാണ്, നല്ല വെയിലുണ്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പം കുറച്ച് ചായ ഇടണം കുടിക്കണം. ഓക്കെ, ഇടണം അത്രയ്ക്കുള്ളൂ. നമുക്ക് ചായ ഇടും. ഓക്കെ, വാ. അപ്പം നമുക്ക് ഒരു സ്ട്രോങ് ടീന്ന് തന്നെ നമുക്കിനി വൈകിട്ടത്തെ പണികൾ തുടങ്ങാം ഗേൾസ്. അപ്പം ഓക്കെ വന്നോ. ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം നല്ല സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്ര വ്യൂ കണ്ടില്ലേ. നമ്മുടെ ഇവിടെ ഒരുപാട് പോച്ചയും കാര്യങ്ങളും പട്ടിയൊക്കെ കൂവൊക്കെ തുടങ്ങി. പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊരു നല്ല പോച്ചയൊക്കെ പറിച്ച് നമ്മുടെ മരങ്ങൾ മാത്രമേ ഇപ്പോഴും നമ്മുടെ പോയി ഗൈസ്. ഇപ്പം ചൂട് സമയമായതുകൊണ്ടേ പകലിങ്ങനെ ഇറങ്ങാനൊന്നും നമുക്കിവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊന്നും സമയമില്ല. ഇപ്പം വന്നപ്പോൾ രാത്രിയുള്ളൊരു വൈകിട്ടായി. അപ്പോഴത്തേനും ഇരുട്ടിപ്പോയി. അപ്പം നമുക്ക് കറിയൊക്കെ വെക്കണം. നമുക്ക് മുളകൊക്കെ പറിക്കണമായിരുന്നു. മുളകിനകത്ത് മുളകുണ്ടോ നോക്കട്ടെ. ഓക്കെ, കുറച്ച് മുളകൊക്കെ ഉണ്ട്. കണ്ടില്ലേ നമ്മുടെ മുളക് കണ്ട് നമ്മളിതിനെ ശ്രദ്ധിക്കാതെ ഇട്ടുകൊണ്ട് നമ്മുടെ മുളകെല്ലാം നാണ്ട പഴുത്ത് തുടങ്ങി. കുറച്ചൊക്കെ ഉള്ളു. നമുക്കൊരു മീൻ കറിയൊക്കെ അത്യാവശ്യം നമുക്ക് കടയിൽ പോയി മേടിക്കേണ്ട അവസ്ഥയില്ല. അത്യാവശ്യം നമുക്കൊന്ന് തേങ്ങ അരച്ച മീൻ കറിയൊക്കെ വയ്ക്കണമെങ്കിൽ നമുക്ക് മതിയാകും. ഇത് നല്ല എരിയുള്ള മുളക് കേട്ടോ. നല്ല എരിയുണ്ട് ഈ മുളകിന്. ഈ മുളകിന് നല്ല എരിയുണ്ട്. അപ്പം നമുക്കിന്നൊരു മീൻ കറി കൂടെ വയ്ക്കണം. അപ്പം നാളെ ഇനിയിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും ജോലിയും ഒന്നുമില്ല. അപ്പം നമുക്ക് ഇത്രയും മുളകേ കിട്ടുള്ളൂ. ഇനിയുണ്ട്. ഇപ്പം ഇതിപ്പം നല്ല ഉണക്ക് ഇരുട്ടി നല്ല വേദനയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കണം. നമുക്കൊരു നല്ല ഇരുട്ടിയിട്ടുണ്ട്. ഫുള്ളത്ത് വെട്ടമുള്ളതുകൊണ്ട് ഇത്രയും മുളക് നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു ചായ കുടിക്കണം. നമ്മുടെ വീട്ടിലെ ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ LED ലൈറ്റ് ഇടണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ, നല്ല വെട്ടം കിട്ടുന്നൊരു ലൈറ്റ്. പിന്നെ നമ്മുടെ ഹോളിലെ ബാക്കിൽ എല്ലാത്തിലും ലൈറ്റുകളൊക്കെ ഇട്ട് ഇനി നമുക്ക് ആദ്യം നമ്മുടെ അടുക്കളയിലോട്ട് പോകണം. അടുക്കളയിൽ പോയിട്ടാണ് അടുത്ത പരിപാടി. നമുക്ക് ചായ ഇട്ട് കുടിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഗൈസ് എന്ന് വെച്ചാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ചായ പ്രൊമോട്ട് ചെയ്യല്ല. ചായ കുടിച്ചില്ലെങ്കിൽ നല്ലൊരു എന്തോ ഒന്ന് മിസ്സിങ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ചായ കുടിക്കണം. നമുക്ക് ചായ ഇല്ലെങ്കിൽ പഴം. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? അപ്പം നല്ല ക്ഷീണിച്ചിരിക്കുക. അപ്പം നമുക്കൊരു സ്ട്രോങ് ചായ ഇട്ട് കുടിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട്. അപ്പോൾ ഇത് കണ്ടില്ലല്ലോ, നല്ല മണമുള്ള മുളകാട്ടോ. ഇരുട്ട് മൂടിയൊരവസ്ഥ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്കിലോട്ട് ഈ മരങ്ങളിപ്പോൾ ഉണ്ട്.
അപ്പോൾ തന്നെ വിൻഡോ വഴി നല്ല വെട്ടവും നമുക്ക് നല്ല ഉണക്കുള്ള വെളിച്ചവും നമുക്ക് കിട്ടത്തില്ല. പകലൊക്കെ പകലും ഇങ്ങനെ തന്നെ വലിയ നോർമലായിട്ടുള്ള വെട്ടവും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്തിനാ വന്നേ, നമുക്ക് കാര്യം പറഞ്ഞു നമുക്ക് ചായ കുടിക്കണം ഗൈസ്. അപ്പം നമുക്ക് ചായ ഇടാം. നമ്മൾ കുട്ടിയിൽ നല്ല പശുവും പാലാണ് മേടിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ സ്ഥിരം കപ്പിലാണ്? നമ്മുടെ കപ്പിൽ മാത്രം നമ്മൾ ചായ കുടിക്കുന്നത്. കപ്പ് ഇരിക്കുകയാണ്. അങ്ങനെ അധികം നമുക്ക് വെള്ളം ചേർക്കുന്നത് എനിക്ക് കൂടുതൽ ചായ കുതിച്ചിയാണ്. എനിക്ക് ഇച്ചിരി തോന്നി ചായ വേണം. ഞാൻ ഒരു ചായ കുതിച്ചിയാണ്. എത്രത്തോളം അങ്ങനെ ചായ കുടിക്കുന്നത് നല്ല ശീലമല്ല, പക്ഷേ എനിക്ക് ചായ ഇഷ്ടം കേട്ടോ. ഞാൻ കുടിക്കും. എന്നുവെച്ചാൽ എത്ര ഉണ്ടെങ്കിലും എത്ര അധികം വരുവാണെങ്കിലും ഞാൻ കളയത്തില്ല, ചായ കുടിക്കും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഗൈസ് അങ്ങനെ ചായ കളയാതെ ചായ പ്രേമികൾ? ഓക്കെ. ഒരുപാട് ഇത് അടുക്കളയിൽ വലിയ വെട്ടം കുറവാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ഫോണിനകത്ത് ഭയങ്കര ഫോണിൽ ട്രൈപോഡിനകത്ത് വെട്ടമുണ്ട്. ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെട്ടം, മുഖത്ത് നല്ല വെട്ടം അടിക്കുന്നുണ്ട്. കുറച്ച് ചായ ഇടണം, പിന്നെന്താ കറികൾ വെക്കണം. ഭയങ്കര ജോലിയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കൊരു ചായ ഞാൻ ഇങ്ങനെ സ്പൂണിലൊന്നും ഇളക്കത്തൊന്നുമില്ല കേട്ടോ. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേണ്ട പാത്രത്തിലൊക്കെ ഇട്ടിട്ട് എൻ്റെ അളവ് പഞ്ചസാര എത്ര കൂടിയാലും കുഴപ്പമില്ലല്ലോ. നമുക്ക് എത്ര മധുരം കൂടിയാലും കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ മധുരപ്രേമിയും കൂടെയാണ്. അങ്ങനെ ചായ ഇടാം. ചായ ഒന്ന് കുടിച്ചിട്ടൊന്ന് സെറ്റാവണം. ഓക്കെ. ഇപ്പം വീട്ടിലും നമുക്ക് ഒരു പണിയില്ലെങ്കിലും ഒരു ചായ ഇട്ടാൽ തന്നെ ഭയങ്കര പണിയാണ്. ചായ ഇടണം, ചായ പാത്രം കഴുകണം, ഗ്ലാസ് കഴുകണം. അപ്പോൾ ഈ ചൂട് ചായ ഒന്ന് സമാധാനത്തിൽ റിലാക്സ് ചെയ്ത് കുടിക്കണം. കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേനും മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് ആകെ ഒരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ്. അപ്പം ബൈ.